ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നിപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് റിച്ചു രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ പറഞ്ഞു നമ്മൾ ഇന്ന് എവിടെയെങ്കിലും പോവാം, നമുക്ക് കറങ്ങാൻ പോവാം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് ഒരു ഹെൽത്ത് ചെക്കപ്പ് സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് രണ്ട് പാക്കേജ് ഫ്രീ പാക്കേജ് ഉണ്ടായിരുന്നു. ഒന്ന് ECG ചെക്ക് ചെയ്യാനും പിന്നെ ഒന്ന് നമ്മുടെ ബ്ലഡ് ടെസ്റ്റ്, അതായത് തൈറോയ്ഡ്, കൊളസ്ട്രോൾ, ഷുഗർ, അങ്ങനെ കുറേ ടെസ്റ്റ്, അങ്ങനെ രണ്ട് പാക്കേജായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ECGയുടെ ഞാൻ സ്കെഡ്യൂൾ ചെയ്തത് സാറ്റർഡേയിലേക്കായിരുന്നു. അപ്പം നമ്മുടെ കളമശ്ശേരിയിലുള്ള ഒരു ലാബിലേക്കാണ് നമ്മൾ സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടൈം സ്ലോട്ട് സെലക്ട് ചെയ്യുമ്പോൾ അവർ നമുക്ക് ഏതാണ് ലാബിലാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ അവർ കുറച്ച് ലാബ് കാണിക്കും. അപ്പോൾ നമുക്ക് വീടിനടുത്ത് ഇവിടെ കളമശ്ശേരി ആയതുകൊണ്ട് ഞാൻ കളമശ്ശേരിയാണ് സെലക്ട് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഞാൻ കുറേ നാളായിട്ട്, അതായത് ഒരു 30 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ ബ്ലഡ് ടെസ്റ്റും ഇതുപോലെ ചെക്കപ്പ് എല്ലാം ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഒരു പേടി ഉണ്ടാവുമല്ലോ, ഇനി എന്തെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സന്തോഷം സമാധാനം പോകുമല്ലോ. കൊളസ്ട്രോൾ ആണെങ്കിലും ഷുഗർ ആണെങ്കിലും നമുക്ക് പിന്നെ സമാധാനത്തോടെ ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ചെക്കപ്പ് ചെയ്യണം എന്ന് വിചാരിക്കും ഒന്നുകൂടെ കുറച്ചിട്ട് പോയി ചെക്ക് ചെയ്യാമെന്ന്. പക്ഷേ കുറയ്ക്കത്തുമില്ല, ചെക്കിങ് നടക്കത്തില്ല. അങ്ങനെ അത് നീണ്ട് ഇത്രയും നാൾ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്രണ്ടൊക്കെ പറയും, എടീ 30 കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ശരിയാ, ചെക്ക് ചെയ്യണം, അടുത്ത ആഴ്ച പോയി ചെക്ക് ചെയ്യാമെന്ന് പറയും. പക്ഷേ നടക്കത്തില്ല. ഇത് എപ്പോഴും ഇതുപോലെ ഇങ്ങനെ നീണ്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഓഫീസിൽ നിന്ന് മെയിൽ വന്നത്, ഫ്രീ ആയിട്ട് ഹെൽത്ത് ചെക്കപ്പിൻ്റെ മെയിൽ വന്നത്. അപ്പോൾ ഫ്രീ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്തായാലും എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ഫ്രീ അല്ലേ, ചെക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം തന്നെ അപ്ലൈ ചെയ്തു. അങ്ങനെ ശനിയാഴ്ച 10 മണിക്ക് ഇവിടെ കളമശ്ശേരിയിലുള്ള ഒരു ലാബിലേക്ക് സ്കെഡ്യൂൾ ചെയ്തു. അങ്ങനെ ടൈം സ്ലോട്ട് കൺഫേം ആയിട്ട് മെയിൽ വന്നു. അങ്ങനെ രാവിലെ ഞങ്ങൾ ECG എടുക്കാൻ പോവുകയാണ്. പാട്ടൊക്കെ പാടി അടിച്ചുപൊളിച്ചാണ് പോകുന്നതെന്നെങ്കിലും എൻ്റെ മനസ്സിൽ ഭയങ്കര ടെൻഷനായിരുന്നു ECG എടുക്കുന്നതിനെ പറ്റിയിട്ട്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ECG എടുക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും, വല്ല വേരിയേഷനും ഉണ്ടാവുമോ, അങ്ങനെ പല ടെൻഷൻ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാനും ചാച്ചനും ഇല്ലാതെ റിച്ചുവിനെ വീട്ടിലിരുത്തി കഴിഞ്ഞാൽ അവൻ ഫുൾ ടൈം കാർട്ടൂണിൻ്റെ മുമ്പിലായിരിക്കും. അപ്പോൾ പിന്നെ അവനെ ഞങ്ങൾ എന്തായാലും വണ്ടിയിൽ പോകുന്നതല്ലേ, കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവൻ പാട്ടൊക്കെ ഇട്ട് ഞങ്ങൾ പാട്ടൊക്കെ പാടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കളമശ്ശേരിയിൽ തന്നെ കുറേ സ്ഥലമുണ്ട് കേട്ടോ. വലിയ ബിൽഡിംഗ് ഒന്നും ഇല്ലാതെ കുറേ ഇങ്ങനെ കാട് പിടിച്ച് അങ്ങനെ കുറേ സ്ഥലമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ കളമശ്ശേരിയിൽ എവിടെയോ ഹൈക്കോർട്ടൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇവിടെ കുറേ ബിൽഡിംഗ് ഒക്കെ വരുമായിരിക്കും. ഈ ഒരു സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. രണ്ട് സൈഡിൽ നിന്നും കൂടി ഇങ്ങനെ മരമൊക്കെ വന്നിട്ട് നടുക്കിങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതുവഴി ഇവിടെയും അതുപോലെ പള്ളിക്കര മനക്കക്കടവിലും ഇതുപോലെ ഒരു സ്ഥലമുണ്ട്. രണ്ട് സൈഡിലും ഇങ്ങനെ മരങ്ങളൊക്കെ ആയിട്ട്. ഈ രണ്ട് സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ നടുക്കൊക്കെ നിന്നൊരു ഫോട്ടോ എടുത്താൽ നല്ല അടിപൊളിയായിരിക്കും. പക്ഷേ എപ്പോഴും വണ്ടി വരുന്ന സ്ഥലമായതുകൊണ്ട് അങ്ങനെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ പാട്ടൊക്കെ പാടി വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ കളമശ്ശേരി എത്താറായി. ലാബ് എത്താറായപ്പോഴത്തേക്കും എന്തോ ഒരു ടെൻഷൻ, പിന്നെ ഹാർട്ട് ബീറ്റൊക്കെ കൂടിയിട്ട് ഇപ്പം തന്നെ വേരിയേഷൻ വരുമോ എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. ഈ മെഡിവിഷൻ ലാബിലാട്ടോ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് അവരോട് ഇങ്ങനെ ഓഫീസിൽ നിന്ന് വന്നതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ ഇന്ന ഓഫീസിൽ നിന്നാണോ എന്ന് ചോദിച്ചു. ഞാൻ ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവർ കുറേ പേരും ഫോൺ നമ്പറും ഒക്കെ എൻ്റർ ചെയ്തു. പിന്നെ നമ്മുടെ ആധാർ കാർഡ് കാണിക്കണമായിരുന്നു. അങ്ങനെ ആധാർ കാർഡിൻ്റെ ഫോട്ടോയൊക്കെ അവരെടുത്ത് അങ്ങനെ ECG ഒക്കെ എടുത്ത് കഴിഞ്ഞു. അങ്ങനെ ECG എല്ലാം എടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ സമാധാനമായി, ആദ്യം ഉണ്ടായിരുന്ന ടെൻഷനെല്ലാം പോയി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നേക്കുവാണ്. അപ്പോൾ ഇവിടെ ചാച്ചൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ അവനും വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ECG എടുക്കാൻ പോയ സമയം കൊണ്ട് റിച്ചുവിന് പുതിയ ടോയ് വാങ്ങി. ഇത് പുതിയ ടോയ് ആണ്. അപ്പോൾ അതൊക്കെ ഇരുന്ന് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അവൻ്റെ ഫേവറേറ്റ് നൂഡിൽസ് വന്നിട്ട് പോലും അതൊന്നും വേണ്ടാന്നും പറഞ്ഞിട്ട് അവൻ ടോയ് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ എയർപോർട്ടിലോട്ട് പോവാണ്, ചാച്ചൻ്റെ ഫ്രണ്ടിനെ അവിടെ ആക്കാൻ വേണ്ടിയിട്ട്. റിച്ചു വന്നത് തന്നെ എയർപോർട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ രാവിലെ വരാൻ പറഞ്ഞപ്പോൾ അവൻ വരുന്നില്ല, ക്ഷീണമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ എയർപോർട്ടിലോട്ടാണ് പോകുന്നത്, ഫ്ലൈറ്റ് ഒക്കെ കാണിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ വന്നതാണ്. ECG എടുക്കാൻ പോകാന്ന് പറഞ്ഞപ്പോൾ അവന് പിന്നെ വരാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളിപ്പോൾ എയർപോർട്ടിനടുത്തുള്ള ഫ്ലൈറ്റ് വ്യൂ പോയിന്റിൻ്റെ അവിടെ എത്തി. ഞങ്ങൾ ഫ്ലൈറ്റ് റഡാർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് ഏതൊക്കെ ഫ്ലൈറ്റ് ആ ലൊക്കേഷനിലൂടെ പോകുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നോക്കിയപ്പോൾ ആ തൊട്ടടുത്ത് തന്നെ ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ടെന്ന് കണ്ടു. അപ്പോൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. ആ സമയത്താണ് ഈ പ്ലെയിൻ പോയത്. നല്ല രസമാട്ടോ, നമ്മുടെ തലയ്ക്ക് തൊട്ട് മുകളിലൂടെ ഈ ഫ്ലൈറ്റ് പോയിട്ട് ഇറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ പാളം. ശരിക്കും ഒരു സെക്കൻഡ് താമസിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഫ്ലൈറ്റ് ഈ ട്രെയിനിൻ്റെ മുകളിലൂടെ പോകുന്ന ഒരു വ്യൂ നമുക്ക് കിട്ടിയേനെ. അങ്ങനെ ഫ്ലൈറ്റെല്ലാം കണ്ട് പിന്നെ ഇനിയിപ്പോൾ ഫ്രണ്ടിനെ എയർപോർട്ടിലാക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മൾ അവനെ അവിടെ ഇറക്കിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. പക്ഷേ അത്രയും നേരം റിച്ച് വലിയ വഴക്കില്ലായിരുന്നു. ഇവിടെ എല്ലാം കണ്ട് ഫ്ലൈറ്റൊക്കെ കണ്ട് എയർപോർട്ടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവൻ പിന്നെ വഴക്ക് തുടങ്ങി. അവനും ഫ്ലൈറ്റിൽ കയറണം എന്ന് പറഞ്ഞിട്ട് നല്ല കരച്ചിലായിരുന്നു. ഞാൻ പറഞ്ഞു ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ, അതിനകത്ത് പോലീസൊക്കെ ഉണ്ട്, സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്, നമ്മൾ അതിനകത്തോട്ട് കയറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നല്ല കരച്ചിലായിരുന്നു.
അങ്ങനെ പിന്നെ ഞങ്ങൾ വേറെ എങ്ങും കയറിയില്ല, നേരെ വീട്ടിലോട്ട് തന്നെ പോയി. എന്തായാലും അവൻ അത്രയും ആഗ്രഹിച്ചതല്ലേ, എന്തായാലും ഒരു ദിവസം അവനെ കൊണ്ട് ഫ്ലൈറ്റിൽ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണം, വല്ല ബാംഗ്ലൂരോ ഹൈദരാബാദോ തമിഴ്നാട്ടിലോ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു വിശേഷങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.